ഹരേ കൃഷ്ണ. ഇന്ന് പാശാങ്കുശ ഏകാദശി. ഇന്ന് നമുക്ക് പാശാങ്കുശ ഏകാദശിയുടെ മഹത്വങ്ങളെപ്പറ്റി മനസ്സിലാക്കാം. യുധിഷ്ഠിര മഹാരാജ് പറഞ്ഞു, ഓ മധുസൂദന, അശ്വിന മാസത്തിലെ പകൽ ദ്വൈവാരത്തിൽ വരുന്ന ഏകാദശിയുടെ പേരെന്താണ്? ദയവായി കരുണയുള്ളവളായി ഈ സത്യം എനിക്ക് വെളിപ്പെടുത്തി തരൂ. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണൻ മറുപടി പറഞ്ഞു, അല്ലയോ രാജാവേ, എല്ലാ പാപങ്ങളെയും നീക്കം ചെയ്യുന്ന പാശാങ്കുശ ഏകാദശിയുടെ മഹത്വത്തെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നത് ശ്രദ്ധയോടെ കേൾക്കൂ. ഈ ദിവസം അർച്ചനവിധി അനുസരിച്ച് നാഭീപൂവുള്ള പത്മനാഭ ഭഗവാൻ വിഷ്ണുവിനെ ആരാധിക്കണം. അങ്ങനെ ചെയ്യുന്നതിലൂടെ ഒരാൾക്ക് ഈ ലോകത്ത് ആഗ്രഹിക്കുന്ന ഏതൊരു സ്വർഗീയ സുഖവും ലഭിക്കും. ഒടുവിൽ ഈ ലോകത്തിൽ നിന്ന് മോചനം ലഭിക്കും. ഭഗവാൻ വിഷ്ണുവിന് വിനീതമായ പ്രണാമങ്ങൾ അർപ്പിക്കുന്നതിലൂടെ, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നതിലൂടെയും ദീർഘകാലം വലിയ തപസ്സുകൾ അനുഷ്ഠിക്കുന്നതിലൂടെ ലഭിക്കുന്ന അതേ പുണ്യം നേടാൻ കഴിയും. ഈ വ്യക്തി പരിധികളില്ലാത്തതും മ്ലേച്ഛമവുമായ പാവങ്ങൾ ചെയ്തിട്ടുണ്ടാവുമെങ്കിലും എല്ലാ പാവങ്ങളെയും മോചനം നൽകുന്ന ഭഗവാൻ ശ്രീഹരിയെ പ്രണമിച്ചുകൊണ്ട് അയാൾക്ക് നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. ഏകാദശിയുടെ പാരായണ സമയം നാളെ രാവിലെ 6:09 മുതൽ 10:17 വരെ. താങ്ക് യു സോ മച്ച്. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ.